അല്ല ഇവിടുത്തെ ചിക്കന്റെ വില എത്ര നിനക്ക് അറിയാവോ? എത്ര? അല്ല 250 രൂപയ്ക്ക് 2 റോളൊക്കെ കിട്ടുന്നോണ്ട് ചോദിച്ചതാ. കാര്യമായിട്ട് 4 റോള് 210 രൂപ. അല്ല 250 രൂപയ്ക്ക് അല്ല 250 രൂപ എന്ന് പറയുമ്പം അല്ല ചിക്കന്റെ വിലയും പിന്നെ സാധനങ്ങളുടെ വില പിന്നെ ഇവിടെ റെന്റൊക്കെ കുറവായിരിക്കും അല്ലേ? അതിന് മാത്രം ഉണ്ടോ ഇതൊക്കെ? അല്ല എനിക്കറിയില്ല, നിനക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെ തോന്നുന്നു? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ മൃണാൾ എന്ന് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗറെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ കൂടുതൽ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ആള് നമ്മുടെ പല കമൻറ്റ് ബോക്സുകളിലും ഡബിൾ ഡാഡി സിൻഡ്രത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഊക്കി പൊളിക്കുന്നുണ്ട്. സോ അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇപ്പം നിലവിൽ മൃണാളിനെ കുറിച്ച് വരുന്ന വ്ളോഗുകൾ, ട്രോളുകൾ, ഇങ്ങനെ പല അധികം കാര്യങ്ങൾ ക്രിറ്റിസിസമായിട്ടും അല്ലാതെ ഭയങ്കരമായിട്ടും ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മൃണാൾ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഗുണമാകുമോ ദോഷമാകുമോ ചെയ്യുന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 10 പൈസ കൊടുക്കാതെ ആ ഒരു സ്ഥാപനത്തിന് കിട്ടാവുന്നുള്ളതിൻ്റെ പരമാവധി റീച്ചും പ്രൊമോഷനുമാണ് ഈ സത്യം പറഞ്ഞാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റിനകത്തുള്ള ഒരു പ്രൊമോഷനാണ്. ഇപ്പം മൃണാൾ കിച്ചണോ അങ്ങനെ എന്തോ എൻ്റെ സംഭവം, പുള്ളിയുടെ എന്തോ സംഭവം പേര് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ആ ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ഇയാളുടെ ഈ സ്വഭാവം എന്നുള്ള കാര്യം, ഇതിനെ പണ്ടേ നമ്മൾ ഇയാളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കി അറിയാം. അന്നേ ഈ പുള്ളിക്കാരന് യാതൊരു മാറ്റമൊന്നുമില്ല. ഇതുപോലെയൊക്കെ തന്നെയാണ്, പരമപുച്ഛം, ഈ മറ്റുള്ളവരൊക്കെ ഭയങ്കര പുച്ഛം. എന്നിട്ട് ഇയാൾ ലോകത്തുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും പോയിട്ട് കുറ്റം പറഞ്ഞ് ഭയങ്കര മോശമാക്കി ടാർണിഷ് ചെയ്യുന്ന പരിപാടികളൊക്കെ കാണിച്ചിട്ടുമുണ്ട്. ഇനി അണ്ണൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ലൈവ് ഡിസ്കഷൻ്റെ അകത്ത് ആൾ സംസാരിക്കുന്ന ഒരു കുറച്ച് സാധനം മാത്രം ഒന്ന് കാണിക്കാം. എന്തൊരു വൃത്തികെട്ട മെന്റാലിറ്റിയാണെന്ന് കണ്ടു നോക്ക്. അഭിഷേക്, ഹായ് മൃണാൾ, ഡു യു തിങ്ക് ദ വ്ളോഗേഴ്സ് മേക്കിംഗ് ഇമ്പാക്ട് ഓൺ സെയിൽസ്? ഞങ്ങളുടെ സെയിൽസിലോ? അതിന് മാത്രം ഉണ്ടോ ഇതൊക്കെ? അല്ല എനിക്കറിയില്ല, നിനക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെ തോന്നുന്നു? ഈ ചിരിയുടെ പിന്നിലുള്ള കോൺഫിഡൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മൃണാൾ ഈ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനം എറണാകുളത്താണ്. എറണാകുളത്ത് ഇടപ്പള്ളിയിലും എവിടെയോ 2 സ്ഥലത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് 35 തുടങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എറണാകുളത്തിനെ ഫോക്കസ് ചെയ്ത് മാത്രം ഈ മൃണാളിൻ്റെ ഈ പുച്ചച്ചിരിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എറണാകുളത്തിൻ്റെ ഫുഡ് കൾച്ചറിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ടും എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഫുഡ് ഓൺലൈൻ ഫുഡ് ആയതുകൊണ്ടും അതിനകത്ത് സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള സ്ഥാപനത്തിൽ അതിൽ നിന്നൊക്കെ മറ്റേ ആപ്ലിക്കേഷനിൽ നിന്നും അല്ലാതെയൊക്കെ ഫുഡ് എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏതൊരു വളവിൽ കൊണ്ട് നിങ്ങളൊരു സ്ഥാപനം നല്ല ഫുഡുള്ള സംഭവം കൊണ്ടുവച്ചിരുന്നാലും ചിലവാകുന്നൊരു സ്ഥലമാണ് എറണാകുളം. അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഫുഡ് എവിടെ കൊണ്ടുവച്ചാലും ചിലവാകും. അമ്മാതിരി ഫുഡിന് ആവശ്യമുള്ളതും ഫുഡ് ഇഷ്ടപ്പെടുന്ന ഭക്ഷണപ്രിയരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. എല്ലാവരും ഔട്ടിങ്, രാത്രി നട്ടപ്പാതിരാത്രിക്കും ഫുഡ് അവിടെ സെയിലാവും. അതാണ് എറണാകുളം. അത് ഈ മൃണാൾ എന്നുള്ളൊരു ബ്രാൻഡ് വാല്യൂ കൊണ്ടല്ല അവിടുത്തെ ആ സെയിൽ നടക്കുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് എറണാകുളം ആ മൃണാൾ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു പ്രത്യേക സംവിധാനമൊന്നുമില്ല. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു വളരെ നീണ്ട ഒരു ഫെസിലിറ്റിയും അത്യാവശ്യം കൊള്ളാമെന്നുള്ള ചവറുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ ഫെസിലിറ്റിയും മറ്റുള്ള കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അവിടെ ആൾക്കാർ സ്വാഭാവികമായിട്ട് വരും. അത് എറണാകുളത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇത് ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ. അവിടെ അത്യാവശ്യം ഇച്ചിരി കൊള്ളാന്നുള്ള ഭക്ഷണശാലകൾ എവിടത്തെ ആര് തുറന്നു വെച്ചാലും അത് ചിലവാകും. അത് എറണാകുളത്തിൻ്റെ ഒരു സംഭവമാണ്. അത് അവിടുത്തെ ആൾക്കാരുടെ വലിയൊരു മനസ്സും കൂടിയാണ്. അല്ലാതെ മൃണാളിൻ്റെ പ്രത്യേകത എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. മൃണാൾ ഇതേപോലത്തെ രീതിയിൽ വന്നിട്ട് മറ്റേ ഏതെങ്കിലുമൊക്കെ ജില്ലയിൽ കൊണ്ടുപോയി തുടങ്ങി നോക്കട്ടെ, അട്ടർ ഫ്ലോപ്പ് ആവും, പൊളിഞ്ഞ് പാളിസായി പണ്ടവിടെ പോകും. പിന്നെ ഇവരൊക്കെ പുച്ഛിക്കാൻ ഇവരൊക്കെ ആരാന്ന് ഈ അണ്ണൻ ചോദിക്കുന്നുണ്ട്. ഇവരെ പുച്ഛിക്കാനുള്ള ആരുമല്ല ഈ വ്ളോഗേഴ്സും. നിങ്ങൾ കുറേ നാൾ പെട്ടിയും പാട്ടയും തൂക്കി കണ്ടവൻ്റെ കടകൾ കയറി ഇറങ്ങി തിണ്ണനിറങ്ങി എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാരി പിടിച്ച് തിന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് മൃണാൾ വ്ളോഗ് അല്ലെങ്കിൽ മൃണാൾ എന്നുള്ള സംഭവത്തിൻ്റെ ഒരു ഫുഡ് വ്ളോഗർ എന്നുള്ള രീതിയിലേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തത് ഈ പറയുന്ന ഈ യൂട്യൂബ് ചാനലുകളിലൂടെ തന്നെ അല്ലേ? നിങ്ങൾ പല സ്ഥലങ്ങളിലും പരിചയപ്പെടുത്തി, നമുക്കറിയാവുന്ന കാലിക്കറ്റിലെ പാരഗണിനൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്താതെ നമുക്കറിയാം. എങ്കിലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി പലതും ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി. ചിലതൊക്കെ എയറിൽ പോയി ചില ആൾക്കാരുടെ കടയും പൂട്ടി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഏതോ ഒരു ചേട്ടൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഒരു നമ്മുടെ അത് എറണാകുളത്ത് തന്നെ തോന്നുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് കയറി ചേട്ടൻ്റെ കടയിലുള്ള എന്താ ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബീഫിൻ്റെ കറിയുടെ കളർ കണ്ടോ, നല്ല മുളക് പൊടി ഇട്ടതാണെന്ന്. അവസാനം ഫുഡിൻ്റെ കളർ എന്തൊക്കെ കയറിയെന്നോ എന്തൊക്കെ അൺഹൈജീനിക്കെന്നോ എന്തൊക്കെ പറഞ്ഞ് പൂട്ടി. ഈ അണ്ണൻ വലിയ വായ്ത്താളം അടിച്ച് വിട്ടതാണ്. ആ കട പൂട്ടി പിൽക്കാലത്ത്. ഇനി അണ്ണൻ ഈ പറയുന്ന പുച്ഛിക്കുന്ന ഈ വ്ളോഗേഴ്സിനെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ ഇത് എറണാകുളത്തിൻ്റെ ഒരു നഗരത്തിൻ്റെ പരിഷ്കാരം കൊണ്ട് അവിടെ ഇങ്ങനെയുള്ളതല്ല. ഇനി ഏത് അവൻ വന്ന് തുടങ്ങിയിരുന്നാലും അവിടുത്തെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നു പോകുന്നത് മൃണാളാണോ അല്ലയോ എക്സ് ഓർ വൈ അവിടെ വിഷയമല്ല. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഉണ്ട്, കഴിക്കാനുള്ള അത്യാവശ്യം കൊള്ളാമെങ്കിൽ കഴിക്കും. അല്ലാതെ വേറെ ഒരു തേങ്ങയില്ല. അത് മൃണാളിൻ്റെ ഈ
മൂഞ്ചെ ചിരിയുടെ സംവിധാനം കൊണ്ടൊന്നുമല്ല ആൾക്കാർ കഴിക്കുന്നത്. അവർക്ക് ഫുഡ് വേണം, വരുന്നു കഴിക്കുന്നു, അതാ പറഞ്ഞത്. അല്ലാതൊന്നുമില്ല. ഇത് എറണാകുളത്തുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അല്ലാതെ ഈ പുള്ളി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവന്മാരെ ചൊറിഞ്ഞ് പ്രൊമോഷനാണ്. ഈ പരിഹാസ ചിരി കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യണമെന്നും ഈ റിയാക്ഷൻസ് വീഡിയോ കൂടുതൽ വരുമ്പോഴേക്കും ഇയാൾക്ക് ആ ഒരു പബ്ലിസിറ്റി കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. How do you react to the criticism receiving online? രാഹുൽ, ക്രിറ്റിസിസം എന്ന് പറയുന്ന വാക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഇതല്ല. ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ പറ്റി ഒരാൾക്ക് ജെന്യൂനായിട്ട് പറയാനൊരു സാധനമാണ്. അത് ഇത് നമ്മൾ ആരും പറഞ്ഞില്ല. ശരി, ഇനി നമുക്ക് ക്രിറ്റിസിസം കാണാം. ഇതിപ്പം ഒരു സാധനത്തിനെ കുറിച്ച് ഒരാൾ പറയുന്നൊരു കാര്യമാണ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞല്ലോ. ഇനി നമ്മൾ നേരെ തുടക്കത്തിൽ പ്രേക്ഷകർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാഡി സിൻഡ്രത്തിലേക്ക് നമുക്ക് പോകാം. ഇയാൾ പറയുന്നത് ഇയാൾ ആരുടെയും ക്രിറ്റിസിസം കാണാറില്ല, ഇവർ പറയുന്നതിനെ കുറിച്ചൊന്നും കേൾക്കാറില്ല, സംസാരിക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ മൃണാൾ അണ്ണന്റെ കുറച്ച് സംഭവം ഡബിൾ ഡാഡി എന്ന് പറഞ്ഞ ആൾക്കാർ ചൂണ്ടിക്കാണിച്ച സാധനം ആലോചിച്ചാൽ പോരെ. 1 കിലോ കോഴിക്ക് എന്താ വില നമുക്കറിയില്ലേ? അപ്പോൾ 1 കിലോ കോഴി ഇന്ന് 8 ഷവർമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ഷവർമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം, അതിന് എത്ര രൂപയാവും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ 50 രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കൂലേ? ലൈക്കായിപ്പോയി. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് 50 രൂപയ്ക്കുള്ള ഷവർമയുടെ സംഭവം വിൽക്കുന്ന കടകളിൽ അത് ഒരിക്കലും 50 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് താളം വിട്ടുകൊണ്ടിരിക്കുന്നത് ചാനലിൻ്റെ അകത്ത് കയറി താളം വിടുന്നതാണ് നിങ്ങൾ കണ്ടത്. ഈ താളം വിടലിന് ശേഷം അണ്ണൻ്റെ തന്നെ ഒരു കുറേ അധികം വീഡിയോ, ആൾക്കാർ കുത്തിപ്പോക്കി കുറച്ച് വീഡിയോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോയി നോക്കും. 50 രൂപയുടെ ഷവർമ കിടിലോ, സൂപ്പർ. 100 രൂപ കൂടുതൽ കൊടുത്ത് 150 രൂപയ്ക്കും 180 രൂപയ്ക്ക് ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു ആളും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 50 രൂപയുടെ ഷവർമ എന്താ പറയണ്ടേ? നേരത്തെ തുടക്കത്തിൽ ആൾക്കാർ പറഞ്ഞു എന്ന് പറയുന്ന ഡബിൾ ഡാഡി സെൻറ്ററും എന്തെങ്കിലും യോജിക്കുന്നുണ്ടോ ഈ പുള്ളിക്കാരൻ്റെ ഒരു പേരുമായിട്ട്? എന്താണ് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറഞ്ഞ കമൻറ്റിൽ പോസ്റ്റ് ചെയ്ത് 2 വർഷത്തിന് മുമ്പുള്ളതാണ്. ഓക്കെ, തിന്നാനും ആരും നുണ പറയാനുള്ള ഒരു മെഷീൻ, ഫുള്ളി വർക്കിംഗ് കണ്ടീഷൻ. ഇഫ് ഹിപ്പോക്രസി ഈസ് എൻ ആർട്ട്, എന്താണ് മൃണാൾ ഈസ് ദ പിക്കാസോ ഓഫ് ദാറ്റ്. എന്നിട്ട് ഇനി ഇതാണ് അണ്ണൻ്റെ നിരന്തരമായിട്ടുള്ള പരിപാടികൾ, ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതിനകത്ത് ഒരു റാൻഡമായിട്ട് കയറുന്ന വീഡിയോ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിനകത്ത് നമ്മുടെ ടെക് ട്രാവലീറ്റ് സുജിത് ഭക്തന്റെ ഒരു ട്രോൾ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. നമ്മളെ എവിടെ ഇതാണ് സുജിത് ട്രോൾസ് മൃണാൾ എന്ന് പറഞ്ഞിട്ട്, മൃണാൾസ് ബ്ലോഗ്, ഓക്കെ, ഗെറ്റിംഗ് ട്രോൾഡ് എന്ന് പറഞ്ഞിട്ട് പണ്ട് സുജിത് ഭക്തൻ എത്ര നാളിന് മുമ്പുള്ളതാണ്? ഇത് 1 ഇയറിന് മുമ്പ്, 2 ഇയറിന് മുമ്പ്. ഓക്കെ, ഒരു വലിയ കടയിലൊക്കെ പോയിട്ട് ഒരു റോള് വാങ്ങിക്കും 250-300 വാങ്ങിക്കും. 2 കുപ്പി വെള്ളം. അല്ല, ഇവിടുത്തെ ചിക്കന്റെ വില എത്ര നിനക്ക് അറിയാവോ? എത്ര? അല്ല, 250 രൂപയ്ക്ക് 2 റോളൊക്കെ കിട്ടുന്നോണ്ട് ചോദിച്ചതാ. കാര്യമായിട്ട് 4 റോള് 210 രൂപ. അല്ല, 250 രൂപയ്ക്ക് അല്ല 250 രൂപ എന്ന് പറയുമ്പം അല്ല, ചിക്കന്റെ വിലയും പിന്നെ സാധനങ്ങളുടെ വിലയും പിന്നെ ഇവിടെ റെന്റൊക്കെ കുറവായിരിക്കും അല്ലടാ. ഇത് ചെറിയ ഗ്രാമമല്ലേ, ഇവിടെ റെന്റൊക്കെ കുറവായിരിക്കും. ഈ കട നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ 250 രൂപയ്ക്ക് കുഴപ്പമില്ലല്ലേ? അല്ല, ചിക്കൻ വാങ്ങിച്ച ബില്ലൊക്കെ ചോദിക്കണം കേട്ടോ അവിടെ. എന്നിട്ട് ചിക്കന്റെ പൈസ ഒക്കെ നോക്കി ടാലി ചെയ്തിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇത് 2 വർഷത്തിന് മുമ്പുള്ള വീഡിയോ ആണ്. ഇത് ട്രോൾ ചെയ്യപ്പെട്ടത്, ഇത് ട്രോൾ ചെയ്ത് മൃണാളിനെ ആണോ എന്ന് അറിയത്തില്ല, സംസാരിക്കാനായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇത് 2 വർഷത്തിന് മുമ്പുള്ളതാണ്. ടെക് ട്രാവലിറ്റ് സുജിത് ട്രോൾസ് മൃണാൾ എന്ന് പറഞ്ഞിട്ട് മൃണാൾസ് ബ്ലോഗ് ഗെറ്റിംഗ് ട്രോൾഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. കാരണം എവിടെ പോയി താളം വിട്ട് അണ്ണൻ അവിടെ പോയി കഴിച്ചതിന് ശേഷം ആ ഒരു സാധനത്തിന്റെ പ്രൈസിനെ കുറിച്ചും അവിടുത്തെ ഹൈജീനിക്കിനെ കുറിച്ചും മറ്റുള്ള സംഭവത്തിനെ കുറിച്ചൊക്കെ ഭയങ്കര ഡിസ്കഷനും താളം വിട്ടുകൊണ്ട് നടന്ന ആളാണ് ഈ മൃണാൾ അണ്ണൻ. പക്ഷെ അണ്ണൻ ഇപ്പം എല്ലാവരെയും പരമപുച്ഛം, ഇയാൾ ലോകത്ത് നടന്ന എല്ലാം തിന്ന് നടന്ന് ഇയാൾ കുറ്റം പറഞ്ഞു. എന്നിട്ട് ഇയാളുടെ സ്ഥാപനത്തിലേക്ക് അവിടെ പോയി ഈ കഴിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഈച്ചയെ കിട്ടുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത് പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും. പിന്നെ പുതിയതായിട്ടുള്ള വീഡിയോ വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ലേറ്റസ്റ്റ് ട്രോൾ കണ്ടെന്ന് പറഞ്ഞാൽ പണമെണ്ണാൻ ആളെ വേണം. പിന്നെ വേറെ അടുത്തടുത്ത് ഞാൻ പറയട്ടെ, പുള്ളി പറയുന്നതിൻ്റെ അകത്ത് പുള്ളി എന്നുള്ളൊരു ഫാക്ടർ അല്ല ഇവിടുത്തെ മെയിൻ വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം തുറക്കുന്ന ഹോട്ടലുകളൊക്കെ ഈ പറയുന്ന എറണാകുളത്തായതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന, ഒരുപാട് ഔട്ട്സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു കൾച്ചർ അഥവാ താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരുപാട് പേര് നിരന്തരം ജോലിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് ഔട്ട്സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മുടെ മറ്റുള്ള പല സ്ഥലങ്ങളിലെ പോലെ വീട്ടിൽ തന്നെ ഭക്ഷണം അങ്ങനെയൊന്നുള്ളതൊന്നുമല്ല. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അറിയാം. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ
ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെല്ലാം പുറത്തുനിന്ന് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് സൊമാറ്റോ നിന്നും അതുപോലെ തന്നെ ഔട്ട് സൈഡുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചില സമയങ്ങളിലൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഓഫറായിരിക്കും. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കൊള്ളാന്നുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. എവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. അത്യാവശ്യം എറണാകുളത്തുള്ള ഒരാളോട് ചോദിച്ചാൽ ആ എറണാകുളത്തുള്ള അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടും അവർ ഫുഡ് കഴിക്കും. പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. മൃണാൾ ഇന്നിപ്പം ഈ ഒരു സംഭവത്തിന് ആൾക്കാരെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ, അവരെ ഒരുമാതിരി ട്രോളി കളിയാക്കി 32 എണ്ണമൊക്കെ തുടങ്ങട്ടെ. ഞാൻ പറയുന്നത് എന്ത് കാര്യത്തിനും അതിൻ്റെ എൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരെ കുറച്ച് ടൈം എടുക്കും. ഈ ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്നും ആൾക്കാരെ പരിഹസിച്ചും അവർ വിമർശിക്കാൻ ആരാണെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഈ ഒരു സാധനം കാണും. ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ എല്ലാ കടകളിലും കയറി കഴിക്കും. പക്ഷെ അവരൊരു സുപ്രഭാതത്തിൽ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം അത് എന്താ ഒന്ന് കാത്തിട്ട് തന്നെ കാണാം. അത്രേ പറയാനുള്ളൂ, ഒന്നും പറയാനില്ല. ഒരാൾ ഒരു സംരംഭം തുടങ്ങുന്നത് പൂട്ടിപ്പോണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾ ഇന്നലകളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് അയാൾക്ക് തന്നെ തിരിച്ചു വന്ന് അടിക്കുന്നത് അയാളുടെ നാക്ക് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ഒരു മിനിമം ആൾക്കാർ ഇപ്പം ഇയാളെ മറ്റേ വിമർശിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. പല ഫുഡ് ബ്ലോഗേഴ്സും മറ്റ് പല ആൾക്കാരും വിമർശിക്കുന്നവരൊക്കെ വളരെ മാന്യമായിട്ടാണ്, സഭ്യമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. ട്രോളുകൾ പോലും അങ്ങനെയാണ്. പക്ഷേ ഈ പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്യുന്ന രീതി കണ്ടോ, എത്രമാത്രം പുച്ഛം, ആട്ടാപ്പാടെല്ലാം പുച്ഛം. ആ തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണ്ടാമൃഗമൊക്കെ ചിലപ്പം തോറ്റ് നിൽക്കുന്ന രീതിയിലേക്കുള്ള അമ്മാതിരി തൊലിക്കെട്ടിയും വെച്ചുകൊണ്ട് നിൽക്കുന്നു. മേ ബി ഉള്ളിൽ കരയുമായിരിക്കും, എന്ന് കരയുമായിരിക്കും. പക്ഷേ പുറത്ത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു ലെവലിലേക്ക് ഞാൻ എൻ്റെ മൈൻഡിനെ മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഇജാതി അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പറയാതിരിക്കും? ഹംഗറി മൃണാൾ, ഹംഗറി മൃണാൾ, മൃണാൾ സ്പെഷ്യൽ ഹംഗറി മൃണാൾ കണ്ടോ, എൻ്റെ തലയിലൊരു രജിസ്റ്ററായി ഹംഗറി മൃണാൾ. ഓക്കെ, ആ ഹംഗറി മൃണാൾ വളരട്ടെ ബ്രോ, വളരട്ടെ, വളർന്നു പോട്ടെ, ഉയർന്ന ആകാശങ്ങൾക്കിടയിൽ കൂടുകൂട്ടട്ടെ. എല്ലാവിധ ആശംസകളും. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പോയിട്ട് ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഇനി അടുത്ത് വർക്കിലേക്ക് തിരിച്ച് പോകുന്ന സമയത്ത് ഒന്ന് കയറി കഴിച്ചു നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താ, ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഇയാളുടെ ഈ പറയുന്ന താളം പെടൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതിനെക്കുറിച്ചും ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം. ഓക്കെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇയാളുടെ വീഡിയോ കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ പലരും, എന്ന് നിങ്ങളത് പറഞ്ഞേക്കും. ബാക്കി നമുക്ക് നോക്കാം. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുക. ബൈ.